നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളുടെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സ്റ്റാലി അലീനയുടെ മുറിയുടെ വാതിക്കലേക്ക് വരുവാണ്. പക്ഷെ അകത്തേക്ക് കയറില്ല. പുറത്ത് നിന്നുകൊണ്ട് ഇത്തിരി ദേഷ്യത്തോട് കൂടിയിട്ടാണ് അലീനെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ വിളി വെച്ച കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പെട്ടെന്ന് വാതക്കിലേക്ക് വന്നു. അതെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവരോടൊന്നും വഴക്കിന് പോവരുതെന്ന്. അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാന്ന്. അത് ശരിയാ പപ്പ, പക്ഷെ എങ്കില് പപ്പ അത് വേണ്ട പോലെ നോക്കിയില്ല. അതുകൊണ്ടാ ഞാൻ കാരണം അലീന പോയി അടുക്കളയിൽ പോയി ജോലിക്കാരുടെ കാര്യത്തിൽ ഇടപെട്ടതൊന്നും സ്റ്റാലിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം അലീന ചെയ്ത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. വെറുതെ സാധനങ്ങൾ എങ്ങനെ വേസ്റ്റ് ആക്കുന്നു. അലീനയ്ക്ക് അത് സഹിക്കുവോ? ആരുടെ ആണെങ്കിലും പൈസ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കണേ. അവര് ചുമ്മാ ഒരു നോട്ടം അല്ലാതെയാണ് ഓരോ സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ വേസ്റ്റ് ആക്കുന്നത്. അത് അവിടെ പോയി അലീന പറഞ്ഞൊന്നും സ്റ്റാലിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, ഞാൻ നോയിക്കളാന്ന് പറഞ്ഞ നീ അതിൽ ഇടപെടണ്ട എന്ന അർത്ഥത്തിലാണ്. ആരും എന്നെ ധിക്കരിക്കൊന്നും എനിക്കിഷ്ടമില്ല. അത് എന്റെ സ്വന്തം അപ്പനായപ്പോലും എനിക്കിഷ്ടമില്ല എന്ന് സ്റ്റാലിനി പറഞ്ഞു. അല്ല, അതിന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ പപ്പ? അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അലീന അത് ചോദിക്കുന്നേ. അല്ല, തെറ്റ് ചെയ്തോ ഇല്ലയോ ഉള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നീ അനുസരണക്കേട് കാണിച്ചു. അനാവശ്യമായ കാര്യങ്ങളൊന്നും ഈ സ്ത്രീകളൊന്നും ഇടപെടുന്നേ എനിക്ക് പണ്ടേ മുതൽ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ അത് അനാവശ്യമായിരുന്നോ? അവിടെ ജോലിക്കാരെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ടൊന്ന് പപ്പയുടെ പൈസ വെറുതെ. അവരെല്ലാം വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാ. എന്റെ കൂടെ നിൽക്കുന്നവരാരൊക്കെ അവരൊക്കെ കൃത്യമായിട്ട് അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലോ പാപ്പ. അതെ, കേടായ പച്ചക്കറി എടുത്തു കളഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മീനിന്റെ തല അല്പം കൂടുതൽ മുറിച്ചത് കൊണ്ടൊന്നും സ്റ്റാലിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനേക്കാളും വലുതായിട്ട് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അതുപോലും എനിക്ക് പ്രശ്നമല്ല. ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു റുട്ടീനുണ്ട്. ചിലപ്പോൾ കുറച്ച് നഷ്ടമൊക്കെ സംഭവിച്ചെന്നിരിക്കും. അതിലൊക്കെ ഇടപെട്ട് നീ എനിക്ക് അല്പം ലാഭം ഉണ്ടാക്കി തന്നത് ഒന്നും നേടാനില്ല. കുളത്തിലോട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചാൽ എന്താവാനാ? അലീന ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനൊന്നും മിണ്ടാ നിൽക്കുക. അപ്പോഴേക്കും സ്റ്റാൻലി അല്പം സ്വരമൊന്നും മയപ്പെടുത്തി. അതെ, അവരെന്തേലും ചെയ്തോട്ടെ. അവർ സന്തോഷത്തോടെ ജോലി ചെയ്തില്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന്റെ രുചി കുറഞ്ഞു പോകും. ഒരു നുള്ളു ഉപ്പ് കുറച്ചിട്ടാ മതി. അല്ലെങ്കിൽ എരിവും പുളി മധുരവും ഒന്നും പാകത്തിന് ചേർക്കാതിരുന്നാലും മതിയല്ലോ. അത് കൃത്യമായിട്ടാണല്ലോ ചേർക്കാനാണല്ലോ പപ്പ അവർക്ക് ശമ്പളം കൊടുക്കുന്നേ. പിന്നെന്താ? അത് കേട്ടപ്പോ സ്റ്റാൻലി പറഞ്ഞു, അവര് ചെയ്യുന്നുണ്ടല്ലോ അലീന, നീ അതിലൊന്നും ഇടപെടുന്ന എനിക്കിഷ്ടമില്ല. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ അടുക്കളക്കാരി നോക്കാനൊന്നും അല്ല നിന്നെ. നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മുറി ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. എന്തൊക്കെ വേണം അതൊക്കെ ഞാൻ വാങ്ങിത്തരാം. പിന്നെ നിനക്ക് എവിടെയെങ്കിലുമൊക്കെ പോണോ? ഞാൻ കൊണ്ടുപോകാം. നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അത് എടുപ്പിക്കണം. നമുക്ക് പൊറാഴ്ചത്തെ എവിടെയെങ്കിലും പോണോ? അങ്ങനെ വേണേ പോ. അവിടെയൊക്കെ ചുറ്റിയടിക്കാം. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തുതരാം. അതെ, എനിക്ക് ഒരിടത്തേക്കും പോണ്ട എന്ന് അലീന പറഞ്ഞു. ഇവിടുന്ന് അടുക്കള വരെ പോകാനുള്ള സ്വാതന്ത്ര്യം തന്നാ മതി. അതല്ലെങ്കിൽ പിന്നെ വേറൊന്നും പപ്പ എനിക്ക് ചെയ്തു തരുകയും വേണ്ട. അലീന തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അലീന, നീ ഇത്ര സില്ലി ആവരുത്. സ്റ്റാലിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. നിനക്കൊരു രാജകുമാരുടെ സുഖസൗകര്യങ്ങളാണ് ഞാൻ ഒരുക്കി തരുന്നത്. രാജാവിന്റെ മകളെ പോലെയാണ് നീ ജീവിക്കേണ്ടത്. അതിനിടയ്ക്ക് നീ കിച്ചണിൽ കയറി അടുക്കളക്കാരോട് പിച്ചക്കണക്ക് പറഞ്ഞ് അവരോട് തർക്കിച്ചും വഴക്കുണ്ടാക്കി നീ നിന്റെ വില കുറച്ച് കളയരുത്. ഇവിടെ എന്റെ വില എന്താണ് എന്ന് പപ്പ ഇതുവരെ ആരോടും പറഞ്ഞില്ലല്ലോ. ഞാൻ ആരാണെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഇപ്പം ഞാൻ തന്നെ അതൊക്കെ പറയേണ്ടി വന്നില്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി അലീനയെ നോക്കി. അതെ, അതുപോലും പറയരുതായിരുന്നു. ഇതൊക്കെ എന്തിനാണ് ജോലിക്കാരുടെ വിളിച്ചു പറയണേ? അപ്പം ഞാൻ പപ്പയുടെ മോളാണെന്ന് പറഞ്ഞ് പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. അതല്ലായിരുന്നു അതിനുള്ള സന്ദർഭ സ്ഥലമൊക്കെ. നീ മകളാണെന്നുള്ള സംഗതി ക്ലബിലോ മറ്റൊരു ഫംഗ്ഷനോ നടത്തി അവിടെ വെച്ച് അനൗൺസ് ചെയ്യാനിരിക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്കാണ് ഇവിടുത്തെ ജോലിക്കാരോട് അതും പറഞ്ഞിട്ട് അലീന ഒന്നും നോക്കി. അലീന ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അപ്പോഴേക്കും തന്റെ സംസാരത്തിൽ ഇത്രയും കൂടെ സൗമ്യത വരുത്തിയ സ്റ്റാലിക്ക് മനസ്സിലായി അലീനയ്ക്ക് സങ്കടമായി തുടങ്ങിയിട്ടുണ്ടെന്ന്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ അതനുസരിക്കണം. അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ എനിക്ക് ദേഷ്യം വരും. നിന്നോട് ഞാൻ പറഞ്ഞാണ് കിച്ചണിൽ പോയി വഴക്കുണ്ടാക്കരുതെന്ന്. പക്ഷെ നീ അത് കേട്ടില്ല. കിച്ചണിലുള്ളവർ എന്ത് വിചാരിക്കും? ഈ സ്റ്റാൻലി പറഞ്ഞ കേൾക്കാത്തവരാരും ഇവിടെ ഇല്ല. ഇനിയിപ്പം നീ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് തോന്നും? പൗലോസ് പരാതിയായിട്ട് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇനി അതിൽ ഇടപെടില്ലാന്ന്. നീ എന്നെ ധിക്കരിച്ചപ്പോ ഞാൻ അവരുടെ മുന്നിൽ ചെറുതായിട്ട് പോയില്ലേ? സോറി പപ്പ, സോറി. സാരമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, പോട്ടെ. പക്ഷെ ഇനി ഇതൊന്നും ആവർത്തിക്കരുത്.
അപ്പോഴേക്കും അലീന ഭയങ്കര സങ്കടത്തോട് പറഞ്ഞു, അതെ പപ്പ ഈ ചെയ്യുന്ന വലിയ തെറ്റാണ് കേട്ടോ. എന്ത് തെറ്റ്? ഇങ്ങനെ പപ്പാടെ സ്വത്ത് നശിപ്പിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നേ, അതിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാത്തത്. അങ്ങനെയൊക്കെ നോക്കി പിശുക്ക് ജീവിച്ചിട്ട് എന്താ കാര്യം? മരിക്കുമ്പോൾ ഞാനിത് കൊണ്ടുപോകുന്നുണ്ടോ? ഇവിടെ ഇട്ട് പോണ്ടേ? പപ്പ ഇപ്പൊ പറഞ്ഞ് ശരി തന്നെയാ, നമ്മൾ വെച്ചൊഴിഞ്ഞു പോകണം. ഒന്നും നമ്മുടേതൊന്നുമല്ല. പക്ഷെ ചുമ്മാ വെളിച്ചെറിഞ്ഞിട്ട് പോകരുത്. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചെന്നാ അത് നമ്മൾ നശിപ്പിക്കാതെ തൂർത്തടിക്കാതെ ചോർത്തി കളയാതെ നല്ലതുപോലെ സൂക്ഷിച്ചു വെക്കണം. എനിക്ക് ശേഷം എന്തുമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് ഭയങ്കര തെറ്റ്. അടുത്തയാൾക്ക് കൈമാറുമ്പോ നല്ലൊരു മാതൃകൂടെ കാണിച്ചു കൊടുക്കല്ലേ പപ്പ? ഇതിങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന്. എന്നാലേ അവരും അത് സൂക്ഷിക്കൂ. സ്റ്റാലിലേക്ക് പെട്ടെന്ന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. നീ പറയുന്നത് കേട്ടാ തോന്നി ഞാൻ എന്തോ പാപം ചെയ്തു വന്ന പോലെ. അതെ, സമ്പത്ത് നശിപ്പിക്കുന്ന മഹാഭാവം തന്നെയാ. അങ്ങനെ പപ്പയ്ക്ക് ചെയ്യാൻ അവകാശമൊന്നുമില്ല, ആർക്കും അവകാശമില്ല. പപ്പ എന്ന് ആലോചിച്ച് നോക്കിയേ. പപ്പ പറഞ്ഞ് ഇതൊന്നും ഞാൻ കൊണ്ടുപോകണില്ലെന്നാ, ഇട്ടിട്ട് പോകണമെന്നാണ്, അതായത് ഉപേക്ഷിച്ച് പോണെന്ന്. പക്ഷെ ശരിക്കും ഉപേക്ഷിച്ച് പോവുകയല്ലോ, അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നേ. അവര് നല്ലതുപോലെ സൂക്ഷിക്കണ്ടേ, എന്നാലേ അതിന് അടുത്ത തലമുറയ്ക്ക് കേടുപാടൊന്നും കൂടാതെ കിട്ടത്തുള്ളൂ. ഭാവിയില് ഇത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുത്തണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. അത് കേട്ടപ്പോ സ്റ്റാൻലി ഒന്ന് അലീനയെ നോക്കി. പപ്പായിക്ക് ഇതത്ര നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. നല്ല ഭക്ഷണം പോലും കിട്ടാതെ, നല്ല വെള്ളം കിട്ടാതെ, നല്ല വായു കിട്ടാതെ എത്രയോ മനുഷ്യന്മാർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇല വെറുതെ നുള്ളിക്കളയാണ്ട് നമുക്ക് തോന്നുവോ? ഒരു അരിമണി വെറുതെ കളയാൻ തോന്നുവോ? ഓ, ലോകം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ അലീന, അതെങ്ങനെയും മുന്നോട്ട് പോയിക്കോളും. നീ അതൊന്നും ഓർത്ത് തല പോയിക്കണ്ട. അലീനയ്ക്കാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ദേഷ്യ സങ്കടം വന്നു. സ്റ്റാലി ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമായിരുന്നില്ല. ശരി, ഒരു കാര്യം ശരിയല്ലെന്ന് കണ്ട നമ്മളിത് കറക്റ്റ് ചെയ്യണ്ടേ പപ്പ? ഇവിടെ ഒരു ശരികേടും ഇല്ല, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നേ. സ്റ്റാലിയും വിട്ടുകൊടുത്തില്ല. പപ്പ ഒരു കാര്യം ചെയ്യാവോ? കുറച്ച് ദിവസത്തേക്ക് ഈ വീട് എന്നെ ഒന്ന് ഏൽപ്പിച്ചതാ. ഞാൻ ഇവിടെ നിന്ന് അടുക്കി പെറുക്കാം. പപ്പയുടെ ഒരു കാര്യത്തിന് ഒരു കുറവും വരുത്താൻ നോക്കിക്കൊള്ളാം ഞാൻ. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോ ഞാൻ ഈ വീട് നടത്തിയ പോലത്തെ ചിലപ്പം പപ്പയുടെ ജോലിക്കാർ വീട് നടത്തിയപ്പോഴേ ചിലവും കൂടി തട്ടിക്കിഴിക്കണം. പഴയതിൽ നിന്ന് എത്ര രൂപ കുറച്ച് പൈസയാണ് ഞാൻ ചെലവാക്കിയത്, അത്രയും രൂപ എനിക്ക് തരണം. അങ്ങനെ തന്നെ ഒരു മുൻപോട്ട് പോയാലോ എനിക്കും കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. സ്റ്റാലി ഒന്ന് ചിരിച്ചു പെട്ടെന്ന്. നിനക്ക് എത്ര രൂപ വേണം എന്നോട് പറ. 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, എത്ര ചോദിച്ചാലും ഞാൻ തരും. അതെ, എനിക്ക് പപ്പാട് ഒരു പൈസ പോലും വെറുതെ വേണ്ട. അലീന നോക്ക്, എന്നോട് ആരെങ്കിലും തർക്കിക്കാൻ വരുന്നത് എനിക്ക് പണ്ടേ തൊട്ട് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും വരുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പെൺകുട്ടികൾക്ക് അനുസരണയാണ് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങള്. എങ്കിൽ പിന്നെ എന്റെ ഒരു പട്ടുകൂട്ടി കൊണ്ടേ കിടത്തിയാൽ മതി. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നേ ഇല്ല. അലീനയ്ക്ക് സങ്കടവും ദേഷ്യവും കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് സ്റ്റാലിൻ ദേഷ്യത്തോട് പറഞ്ഞു, അയാൾക്കാണെങ്കിൽ ഇങ്ങനെ ആരും പറയുന്നൊന്നും ഇഷ്ടമില്ല. അയാൾക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യമാണ്. അല്ല, ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? നീ അത് പറ. ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ നേരിട്ട് കണ്ടതല്ലേ അടുക്കളയിലെ തോന്നിയാസം. ശരിക്കും തട്ടിപ്പും വെട്ടിപ്പോ നടക്കുന്നേ. വീട്ടിലെ കിച്ചണിലാരെങ്കിൽ തോട്ടത്തിൽ എത്രയൊക്കെ ആയിരിക്കും നടക്കുന്നേ. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മൾ അവരെ വിശ്വസിക്കണം, എങ്കിലും അവർ നന്നായിട്ടൊക്കെ ജോലി ചെയ്യുള്ളൂ. നന്നായിട്ട് ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞേ, പക്ഷെ എങ്കില് അവര് കാണിക്കുന്ന പ്രവൃത്തിയൊക്കെ പപ്പ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പപ്പ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അവർ കറിയിൽ കുറച്ച് ഉപ്പ് കുറച്ചാല്, അല്ലെങ്കിൽ കാപ്പിയും മധുരം കൂട്ടിയിട്ടാല്, എരിവും പുളിയും വേണ്ടത്ര ചേർത്തില്ലെങ്കിൽ നമ്മൾ വിഷമിച്ചു പോകില്ല എന്ന്. നന്നായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെയൊക്കെ ചെയ്യുവോ? അവരാത്മാർത്ഥമുള്ള ജോലിക്കാരാണെങ്കിൽ അവരങ്ങനെയൊക്കെ ചെയ്യോ? ഒരിക്കലും ഇല്ല. നമ്മൾ വഴക്ക് പറഞ്ഞാൽ പകരം വീട്ടാൻ വേണ്ടി നമുക്ക് തരുന്ന ചായയിൽ തുപ്പ് നാളെ ജോലിക്ക് വെക്കാൻ പറ്റുന്ന കാര്യമാണോ? അലീന, നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. കുറച്ചു വർഷങ്ങളായിട്ടുള്ള ശീലങ്ങളാ ഇവരുള്ളത്. ഞാനും പിശുക്ക് ജീവിച്ചിട്ടൊന്നുമില്ല. ധാരാളം വിഭവങ്ങളുടെ ഊണുമേശയിലിരിക്കുന്ന ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ. അതിലെത്ര ഭാഗം ഉപയോഗിക്കുന്നുണ്ട്, എത്രമാത്രം വേസ്റ്റ് ആയി പോകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല. ഇത്രയും കാലം ഞാൻ അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചേ. അത് കേട്ടപ്പോൾ അഴിഞ്ഞു പറഞ്ഞു, പപ്പ ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയുക, തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കണം. പപ്പ ഇവിടെ ഇങ്ങനെ വില കൂടിയ ഊണുമേശയിൽ വില പിടിച്ച ഭക്ഷണമൊക്കെ എച്ചിലായി കളയുമ്പോഴേ അതിൽ നിന്ന് ഒത്തിരി കിട്ടിയെങ്കിൽ എന്ന് കൊതിച്ച കഴക്കൂടത്തെ ഓർഫനേജിൽ ഒരു പെൺകുട്ടി വിശന്നിരിക്കുന്നുണ്ടായിരുന്നു. പപ്പയുടെ മകള്. കഴിഞ്ഞ 23 വർഷക്കാലം ഇപ്പോഴുമുണ്ട്. ഏതൊക്കെയോ പപ്പമാരുടെ മക്കള് തലയ്ക്ക് അടി കിട്ടിയ പോലെ തകർന്നിരുന്നു പോയി സ്റ്റാലിൻ. കുറച്ചു സമയം ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞു കിടക്കുകയാണ്. അവധിക്കുട്ടിച്ചായം കിച്ചണിൽ നിന്ന് സ്റ്റാലിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അയാൾ അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നീ തുടങ്ങിയ രാവിലെ അപ്പച്ചന് വേണോ?
നിനക്കെന്താ ഒരു വല്ലാത്ത ഗൗരവം? ഓ, ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെയാണോ? നമുക്ക് ഒരിക്കലും സ്വസ്ഥത തരില്ലേ? അതൊക്കെ പറയുമ്പോഴത്തേന് സ്റ്റാലിയുടെ സ്വരത്തിൽ ഇച്ചിരി ദേഷ്യം ഉണ്ടായിരുന്നു. എന്താടാ, എന്ത് പറ്റിയിടല അയച്ചാ നിനക്ക്? അവൾ എന്തിനാ അനാവശ്യമായ കാര്യങ്ങൾ ചെന്ന് തലയിടുന്നേ? ഒരിടത്ത് അടങ്ങിയിരുന്നാ പോരെ. അടുക്കള കാര്യങ്ങളൊന്നും ഇടപെടരുതെന്ന് ഞാൻ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് അലീനോട് പറഞ്ഞിരുന്ന. അത് അപ്പച്ചനും കേട്ടല്ലേ? എന്നിട്ട് ഇന്ന് രാവിലെ പൗലോസുമായി പോയി വഴക്കുണ്ടാക്കിയിരിക്കുന്നു. അതൊരു തരം അധിക പ്രസംഗമല്ലേ? എടാ, അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് തെമ്മാടത്തരല്ല കാണിച്ചേ. അതും അവള് നോക്കി നിൽക്കുമ്പോ ഞാനും അവനെ രണ്ട് ചീത്ത പറഞ്ഞു. അപ്പച്ചൻ പറയുന്ന പോലല്ല. അപ്പച്ചൻ പ്രായമായ ആളാ. എന്റെ അപ്പച്ചനാണെന്ന് അവനറിയാം. പൗലോസ് വെറുതെ അടുക്കളക്കാരൻ്റെ അല്ല. എത്ര വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്നു. ഇവിടെ വെച്ച് കെട്ടുകൂത്തലൊക്കെ നടക്കുമ്പോ എത്രയോ പേർക്ക് അവൻ വെച്ച് വിളമ്പിരിക്കുന്നു. അവനുണ്ടാക്കുന്ന ഏത് ഫുഡും നന്നായിരിക്കുന്നല്ലാതെ ഒരാളും ദുഷിച്ചു പറഞ്ഞിട്ടില്ല. അവൻ നോക്കുമ്പോൾ അവന്റെ പകുതി പക്വതയോ പ്രായമില്ലാത്ത ഒരു പെണ്ണു വന്ന് അവന്റെ കൈക്ക് കയറി പിടിക്കുന്നു. അവനൊരു വാശിക്ക് അവളുടെ മുൻ വെച്ച് എന്തെങ്കിലും പൊങ്ങച്ചം കാണിച്ചിട്ടുണ്ടായിരിക്കും. എടാ, അത് പൊങ്ങച്ചല്ല, അഹങ്കാരമാ. എടാ, അതുപോലൊരു വാശി അവൾക്കുമില്ലേ? നിന്റെ മകളല്ലേ അവള്. നീ പറഞ്ഞ അനുസരിക്കുന്ന പോലെ തന്നെ അവൾ പറഞ്ഞാലും അനുസരിക്കണ്ടേ? നിന്റെ ജോലിക്കാര് അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്താ ഇവിടെ ഒരു വില? അവതുക്കുട്ടിച്ചാൻ അലീനയുടെ ഭക്ഷണം പിടിച്ച് തർക്കിച്ചു വന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾക്ക് വിലയില്ലേ? അവൾക്ക് വേണ്ടിയല്ലേ ഞാനിതെല്ലാം ഒരുക്കിയത്. സ്റ്റാൻലിയും വിട്ടുകൊടുത്തില്ല. അവൾക്ക് എന്ത് സുഖസൗകര്യം വേണമെങ്കിലും ഏർപ്പാടേക്കോടും ഞാൻ പറഞ്ഞു. ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് എടുപ്പിച്ച് വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും അവൾക്ക് കൊടുക്കാം. അത്രയും കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് അതൊന്നും വേണ്ട. ഇവിടുത്തെ അടുക്കളയില് അവളുടേതായ ചില പരിഷ്കാരങ്ങളും ചിട്ടകളും ചെലവ് ചുരുക്കലും ഒക്കെ നടപ്പാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം മതിയെന്ന്. എടാ, നീ വിട്ടുകൊടുക്കണ ലാലിച്ച. അവളുടെ ഇഷ്ടം പോലെ നടത്തട്ടെ. എന്റെ അപ്പച്ചൻ എന്ത് വർത്താനായി പറയണേ? ഇവരുള്ള ജോലിക്കാർ പിണങ്ങി പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? 1-2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ച് ഇവളുടെ പാട്ടിന് പോകും. ഞാൻ പിന്നെ എനിക്ക് മനസ്സിലെങ്കിൽ ഒരു കുക്കിനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും. ഓ, അത് ശരിയാണല്ലോ. അത്രയും ഞാൻ ചിന്തിച്ചില്ല. മകൻ പറയുന്നതിലും അല്പം കഴിവുണ്ടെന്ന് അത് കുടിച്ചാണ് തോന്നി. ഈ പെണ്ണുങ്ങളെല്ലാ സ്വഭാവം ഒരേപോലെ അല്ലേ? അവർക്ക് ആരെങ്കിലും ഭരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് തലയിട്ട് മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാകണം. അപ്പന്റെ ആംഗ്ലമാരുടെയും ഭർത്താവിന്റെയും വാക്കുകളെ ധിക്കരിക്കണം. എന്നാലേ അവർക്ക് സംതൃപ്തി കിട്ടുള്ളൂ. അപ്പച്ചന്റെ ചിഹ്നം എങ്ങനെയായിരുന്നോ? നിന്റെ അമ്മയെ നിനക്കറിയില്ലേടാ? അല്ല, അമ്മ അനാവശ്യ കാര്യങ്ങളൊന്നും ഇടപെടാറില്ലെന്ന എന്റെ ഓർമ്മ. അപ്പച്ചൻ അമ്മയോട് വഴക്കുണ്ടാക്കി കണ്ടിട്ടുമില്ല. അപ്പച്ചന്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞു കേട്ടിട്ടുമില്ല. എടാ, പുറമേ പറയാറില്ലെന്നുണ്ടായിരുന്നുള്ളൂ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ചിന്നമ്മ അവളുടെ പരാതിയും പിണക്കവും പരിഭവവും വഴക്കും എല്ലാം പറയായിരുന്നു. ഞാൻ ചുമ്മാ കേട്ടോണ്ട് കിടക്കും. ഈ ചിന്നമ്മ അപ്പോഴപ്പോഴും നമ്മളോട് നേരിട്ട് കാര്യം പറയുന്നു. അത്രയേ ഉള്ളൂ അവർ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ അവൾ അവരുടെ മുന്നിൽ വെച്ച് അവളുടെ മകളാണെന്ന് വിളിച്ചു പറയാൻ ശരിയാണോ? എടാ, അതിലൊരു കുറ്റം പറയാനൊന്നും ഇല്ല. നന്നായി പോയാൻ എനിക്ക് തോന്നിയത്. എന്റെ പപ്പയുടെ എന്ന് പറഞ്ഞപ്പോ അവളുടെ മോന്ന് ശ്രദ്ധിച്ചായിരുന്നോ? അഭിമാനത്തോട് കൂടിയിട്ട് അവളത് പറഞ്ഞേ. എനിക്കതങ്ങോട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പച്ചനത് ഇഷ്ടപ്പെടും. അപ്പച്ച അതല്ല കാര്യം. അവളാണോ അത് പറയേണ്ടത്? ഞാൻ അവളുടെ അപ്പനാണെന്ന് അവള് പറഞ്ഞാൽ അതിന് വിലയുണ്ടോ? ഞാൻ പറയണം ഇതെന്റെ മോളാണെന്ന്. എങ്കിലേ അതിനൊരു അംഗീകാരമുള്ളൂ. എടാ, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവളെ കൊണ്ട് പറയിച്ച് നിന്റെ തെറ്റാ. നേരത്തെ തന്നെ നീ പറയേണ്ടതല്ലായിരുന്നോ ലാലിച്ച? അവളെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ പറയേണ്ടതല്ല, നീ പറയണമായിരുന്നു. അലീന എന്നുള്ള പേരുള്ള എന്റെ മകൾ ഇവിടെ വന്ന് ചേരാൻ പോവാന്ന്. നന്നായി. അപ്പച്ചൻ തന്നെ എന്നോടിത് പറയണം. എനിക്ക് ഇങ്ങനൊരു മകളുണ്ടെന്ന് പറഞ്ഞപ്പോ വല്ല നക്കാപ്പിച്ചാൻ കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞാളോ അപ്പച്ചന്. പൊന്നിരുന്ന് 3-4 ദിവസം മുമ്പ് ചാടിപ്പോന്ന എന്തിനായിരുന്നു? അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും നാട് കിടത്താൻ വേണ്ടിട്ടല്ലേ? ഒതുക്കുട്ടിച്ചാനാണെ കാറ്റ് പോലെ ബലൂൺ പോലെ ഒന്ന് ചുരുങ്ങി നിൽക്കുകയാണ്. ഓ, കഴിഞ്ഞു. ഇനി ഓർക്കാൻ പറയുകയൊന്നും വേണ്ട. ഇപ്പോഴെന്നാ നിന്റെ പ്രശ്നം? ചിന്നമ്മയുടെ നീ വഴക്കുണ്ടാക്കിയോ? അതെ, ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ എന്നോട് വേറെ ചില കാര്യങ്ങളാ പറയുന്നേ. എന്നെ പഠിപ്പിക്കാൻ അവളുടെ ശ്രമം. അപ്പച്ചൻ അറിയാലോ എന്റെ സ്വഭാവം. ഒടുവിൽ എങ്ങനെ അവസാനിച്ചു? ആരാ തോറ്റത്? അപ്പനോ അതോ മകളോ? അതറിയാനായിരുന്നു അവതുക്കുടിച്ചാന് താല്പര്യം. നമ്മളിവിടെ സുഭിക്ഷമായിട്ട് ജീവിച്ച കാലത്ത് അവളൊക്കെ ഒരു ഓർഫനേജ് പട്ടിണിയായിരുന്നു. അതെന്റെ കുറ്റമാണോ? ഞാൻ അറിഞ്ഞുകൊണ്ടാണോ? അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ പട്ടിണി കിടക്കാനും ഓർഫനേജ് താമസിക്കാനും സമ്മതിക്കുമായിരുന്നു ഞാൻ. എടാ, നീ എന്ത് മറുപടി പറഞ്ഞു അവളോട്? ഞാനെന്ത് പറയാനായിട്ട്? 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചാണ് എന്റെ മോളെന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ 23 കൊല്ലം ജയിലിൽ കിടന്നെന്ന് പറഞ്ഞ പോലും നമുക്ക് സഹിക്കാം. ഇതങ്ങനെയല്ലല്ലോ. നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. സ്റ്റാലി ആ നിറച്ചു വെച്ചിരുന്ന മദ്യ ഗ്ലാസ് വീണ്ടും എടുത്ത് ഒറ്റ വലിക്കം കൂടെ കുടിക്കുവാണ്. സ്റ്റാലി ഇങ്ങനെ സാധാരണ മദ്യപിക്കാറില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ഒത്തിരി ടെൻഷൻ ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ അതിന്റെ ലക്ഷണമാണെന്നുള്ള കാര്യം അത് കുടിച്ചാൻ അറിയുകയും ചെയ്യാം. എടാ, സാരമില്ല അരച്ച പോട്ടെ. നീ ഒരു കാര്യം ഓർത്താ മതി. നിന്റെ മോള് കള്ളത്തരത്തിന് അനീതിക്കൊന്നും കൂട്ടു നിൽക്കില്ലാന്ന്.
ആത്മാർത്ഥമുള്ളവളാ, സ്നേഹമുള്ളവളാ, നന്മയുള്ളവളാ അവള്. അങ്ങനത്തെ മക്കളെ അല്ലടാ ലാലിച്ച ഒരപ്പന് വേണ്ടത്. അത് കേട്ടപ്പോ സ്റ്റാലിനി ഒന്നും മിണ്ടിയില്ല. ഞാൻ ചെന്ന് അവളോടൊന്ന് സംസാരിക്കട്ടെ. ഇനിയിപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ ഇടയ്ക്ക് മധ്യസ്ഥം പറയാൻ ഞാനല്ലേ ഉള്ളൂ. അതെ, എനിക്ക് വേണ്ടിയിട്ട് ആരുടെ മധ്യസ്ഥം പറയണ്ട. അങ്ങോട്ട് ചെല്ലേണ്ട താമസമല്ലേ ഉള്ളൂ. അത് കുടിച്ചാണ് ചിന്നമ്മ വളച്ചൊടിച്ച് ഉള്ളം കയ്യിലെടുത്ത് വെച്ച് ചുരുട്ടി പിടിക്കാനായിട്ട്. എടാ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഞാൻ അന്യായത്തിനൊന്നും അവൾക്ക് കൂട്ടു നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ അവധി കുടിച്ചായ മുറി വിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അലീനയുടെ മുറിയിലെത്തിയപ്പോൾ അവള് കഴുകാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് ബക്കറ്റിലിടുവാണ്. അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അവധി കുടിച്ചാൻ ചോദിച്ചു, നീ കരഞ്ഞോ? ഇല്ല. നോണ പറയല്ലേ മോളെ, നിന്റെ മുഖം കണ്ടാലറിയാം. അവളുടെ കൺപീലുകളൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കണ്ണീരൊളിച്ചിറങ്ങിയതിന്റെ പാടും ഉണ്ടായിരുന്നു കൺതടങ്ങളില്. അതെ, പപ്പ ഇവിടെ വന്ന് എന്നെ വഴക്ക് പറഞ്ഞു. ഓ, അത്രേ ഉള്ളോ? അവൻ പറഞ്ഞ് അനുസരിക്കാത്തോണ്ടല്ലേ നീ വേണ്ടാത്ത കാര്യത്തിൽ ചെന്ന് തലയിട്ടിട്ടല്ലേ? വേണ്ടാത്ത കാര്യത്തിലൊന്നും അല്ല വല്യപ്പിച്ച. എരിമോളെ, അവന്റെ സ്വഭാവം അങ്ങനെയാ. എല്ലാവരും അവനെ അനുസരിച്ചോളണം. പട്ടാളത്തിൽ അവന് കേണലല്ലായിരുന്നോ? എത്ര പട്ടാളക്കാർ അവന്റെ കീഴിലുണ്ടെന്ന് അറിയായിരുന്നോ? കീഴി മാത്രമല്ലോ, മുകളിലുണ്ടായിരിക്കുമല്ലോ കുറച്ചുപേര്. അത് കൊട്ടച്ചാൻ അപ്പൊ ചിരിയാണ് വന്നത്. ആഹാ, നിനക്കതൊക്കെ അറിയാല്ലേ? അതെ, ഈ കേണൽ പദവി എന്ന് പറയുന്നേ ഉദ്യോഗത്തിലിരുന്നപ്പോഴത്തെ ഒരു പദവി മാത്ര. ആ യൂണിഫോം അഴിച്ചു വെച്ചപ്പോ വെറുമൊരു മനുഷ്യൻ മാത്രമായിരുന്ന അപ്പച്ചന്റെ മോനൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ വലിയ കേണലാന്നാ വിചാരം. എടീ, നീ അടുക്കള കയറി പൗലോസിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത് അവനൊട്ടും പിടിച്ചില്ല. നീ അവന് നിസ്സാര കാര്യത്തിന് കണക്ക് പറയുന്നു ഇഷ്ടമില്ല. കുറച്ച് പൈസ പോയാലും ശരി, അന്തസ് കളഞ്ഞു കുളിക്കില്ലെന്ന് അവന്റെ പ്രമാണം. ഇതിന്റെ പേര് അന്തസ്സെന്നല്ല വല്യപ്പച്ച, അഹങ്കാരം. അത് വല്യപ്പച്ചന്റെ മോൻ ഇത്തിരി കൂടുതൽ തന്നെയാ. ആകെ 100-200 ഏക്കർ തോട്ടമല്ലേ ഉള്ളൂ. എന്നിട്ട് വലിയ എസ്റ്റേറ്റ് ഉടമയാണെന്ന വിചാരം. ഈ കണക്കിന് ടാറ്റയും പിള്ളേർക്ക് എന്തുമാത്രം അഹങ്കരിക്കണം. അവളുടെ വർത്താനം എല്ലാം കേട്ട് കഴിയുമ്പോഴത്തേനും അത് കുടിച്ചാൻ ഒരു കൗതുകത്തോടെയാണ് നോക്കിക്കുന്നത്. അത് കുടിച്ചാനത് ഭയങ്കര രസിക്കുന്നുണ്ടായിരുന്നു. അവരെ അഹങ്കരിക്കുന്നുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം, നമ്മൾ കാണുന്നില്ലോന്ന്. അത് കുടിച്ചാനപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട അങ്ങനെ എന്നെ തമാശയാക്കണ്ട കേട്ടോ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എടി, അവന് ഭയങ്കര ദേഷ്യം വന്നിരിക്കുക. നിന്നോടുള്ള ദേഷ്യം തീർക്കാനാന്ന് തോന്നേ അവൻ ഇതിനകം തന്നെ 1 കുപ്പി കഴിച്ചു കഴിഞ്ഞു. അവത് കുട്ടിച്ചാൻ പകുതി കളിയായിട്ടും പകുതി കാര്യമായിട്ടും അത് പറഞ്ഞത്. ഓ, അത്രേ ഉള്ളോ? 1 കുപ്പി ദേഷ്യവും കൂടെ എടുത്ത് മുന്നിലേക്ക് വെച്ച് കൊടുക്കാൻ മേലായിരുന്നോ? അതും കൂടെ അങ്ങോട്ട് കുടിച്ചു തീർക്കുമായിരുന്നല്ലോ. ഇങ്ങനെ പോയാൽ അധികം താമസിക്കാതെ തന്നെ നിന്നെ ഇവിടെ നിന്ന് നാട് കടത്ത് ഉറപ്പാ. അത് കുടിച്ചാൻ ഇത് പറഞ്ഞപ്പോ അലീന അത് കുടിച്ചാനേ നോക്കി. പിന്നെ ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുമല്ലേ? വല്യപ്പച്ചൻ അറിയാവോ, ഇന്ന് രാവിലെ വരെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ വേറെ എങ്കിലും ജോലി സംഘടിപ്പിച്ചോണ്ട് ഇവിടുന്ന് സ്ഥലം വിടണമെന്നാ. ഇപ്പൊ ഞാനത് തിരുത്തി. ഇനി എന്നെ തല്ലി കൊന്നാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അതെന്തെറ്റും അങ്ങനെ തിരുത്താനായിട്ട്? ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് റിട്ടേൺ കേണലും കുറച്ച് വൃത്തിമാരും ഈ കേണലിന്റെ ഭാര്യ മക്കളും ഉണ്ടല്ലോ, ആരെ ഈ വഴിക്ക് കണ്ടില്ല. കേരളം അങ്ങോട്ട് പോയി കണ്ടില്ലല്ലോ ഇതുവരെ. 4-5 ദിവസമല്ലേ ഞാൻ വന്നിട്ട്. കേണലിന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഫോൺ ചെയ്യുന്ന പോലെ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങോട്ടും അങ്ങനെ ഫോൺ വന്നിട്ടില്ല. എന്താ അതിന്റെയൊക്കെ അർത്ഥം വല്യപ്പച്ച? എന്താ ഇതിനൊക്കെ എന്താ പ്രത്യേകിച്ച് അർത്ഥം? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. അവർ അഞ്ചല് സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ ലാലിച്ചനാണെങ്കിൽ സന്തോഷമായിട്ട് തന്നെയല്ലേ കഴിയുന്നേ. അത് കുടിച്ചാനിത് പറഞ്ഞു കേട്ടപ്പം അയ്യന് പറഞ്ഞു, അത് മനസ്സിലായി. കുറച്ച് പട്ടികളും കുട്ടികളും നിറയെ ബ്രാൻഡിയും വിസ്കിയും സിഗരറ്റ് പോകുകയും കേണന്റെ ഇഷ്ടാനുസരണം രുചിയോടെ വെച്ച് വിളമ്പിക്കൊടുകയും പരിചരിക്കുകയും ചെയ്യുന്ന ജോലിക്കാരും എല്ലാം കൂടി ചേർന്നൊരു കോൺക്രീറ്റ് സെറ്റപ്പ്. ഇത് ഞാൻ പൊളിക്കും. ഇതിന്റെ ഇടയിൽ വേറെന്തൊക്കെയോ ചില വേരുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് മാന്തി എടുത്തിട്ട് വേണം ബാക്കി കാര്യം. അലീന രണ്ടും കൽപ്പിച്ച മട്ടിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. തമാശയല്ല മോളെ, അവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടവാൻ ചെന്നാൽ ലാൽച്ചൻ പിന്നെ നിന്നെ ഇവിടുന്ന് നിലം തൊടാതെ ഓടിക്കും. അലീന ഇവിടുന്ന് എങ്ങോട്ടും ഓടിപ്പോകുന്നില്ല. ലാൽച്ചൻ ചിലപ്പോൾ ഇവിടുന്ന് ഓടിയിറങ്ങി ഓടും. അവത് കുടിച്ചാൻ പൊട്ടിച്ചിരിച്ചു. ആട്ടെ, എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഞാൻ സമരം ചെയ്യും വല്യപ്പിച്ച. എന്ത് സമരം? അതൊക്കെ കണ്ടോ? ഞാൻ ലാൽച്ചനും തമ്മിൽ പഴക്കുണ്ടായാലും വല്യപ്പച്ചൻ ആരുടെ പക്ഷത്ത് നിൽക്കും? ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കണം നീ പറ. അതല്ല വല്യപ്പച്ചന്റെ ഇഷ്ടം പോലെ. ഇത്രയും നാളും ഞാൻ ലാൽച്ചന്റെ പക്ഷത്താ നിന്നേ. ഇനി കാല് മാറുന്ന എങ്ങനെയാ? കാല് മാറണ്ട. ഇപ്പുറത്ത് ചിഹ്നം ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണുമ്പോൾ എങ്ങനെയാ കാല് മാറാതിരിക്കുന്നേ? അലീന മോൻ തിരിച്ച് അയാളെ നോക്കിക്കൊണ്ടിരുന്നു. അത് കുടിച്ചാൻ അപ്പത്തേനും പെട്ടെന്ന് വാത്സ്യത്തോടെ അവളുടെ തോളത്ത് കൈവച്ച് ചേർത്ത് പിടിച്ചു. അതെ, ഞാൻ എന്റെ ചിന്നമ്മയുടെ പക്ഷത്ത് തന്നെ ചേരും. എന്താ? അത് കുടിച്ചാൻ മുഖത്തിൽ കള്ളച്ചിരി വരുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോ അലീനയ്ക്കും ചിരി വന്നു. അതെ, നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുക. ആ കേരളിന്റെ സൈന്യത്തെയും കീഴടക്കി നമുക്ക് നമ്മുടെ പക്ഷത്തെ ഇറക്കണം അല്ലേന്ന് ചോദിച്ചു. അലീന ചിരിയോടെ ചോദിച്ചു കഴിഞ്ഞപ്പോ അത് കുടിച്ചാൻ തലയായിട്ട് സമ്മതിക്കണം. ഞാൻ രഹസ്യം പറയാം.
രാവിലെ നീ കിച്ചണിൽ കയറി ഫോളോസിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്തപ്പോഴും ഞാൻ നിന്റെ പക്ഷത്തായിരിക്കുന്നു. എനിക്ക് നല്ലപോലെ അങ്ങ് രസിച്ചു. അത് കുട്ടിച്ചാനൊരു സ്വകാര്യം പോലെയാണ് അലീനയോടത് പറഞ്ഞ്. എനിക്ക് സന്തോഷമായി തന്റെ ഒപ്പം നിൽക്കാനായിട്ട് വല്യപ്പച്ചനുണ്ടല്ലോ എന്നൊരു സന്തോഷം. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.